മനുഷ്യജീവന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന സംസ്ഥാനം തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും മാനുഷിക പരിഗണന കൂടുതലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും. ഒരു മനുഷ്യജീവന് കോടികൾ വിലയിട്ടപ്പോൾ ദിവസങ്ങൾ കൊണ്ട് മാത്രം അത് സംഘടിപ്പിച്ച് നൽകുകയും അബ്ദുറഹ്മാൻ എന്ന ആ മനുഷ്യനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ദയ തന്നെ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സഹോദരി നിമിഷപ്രിയ. പക്ഷേ അബ്ദുറഹ്മാനിൽ നിന്നും വ്യത്യസ്തമായി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ചെങ്കിലും വിയർപ്പൊഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അബ്ദുറഹ്മാൻ ഉണ്ടായതുപോലെ അബദ്ധവശാൽ സംഭവിച്ചത് എന്നതിന് പകരം മനഃപൂർവ്വമായി ചെയ്തതാവാമെന്ന നിഗമനത്തിലാണ് കോടതികൾ തന്നെ ഉള്ളത്. നിമിഷപ്രിയയും ഭർത്താവും യമനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് തന്നെ യമൻ പൗരനുമായി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ നിമിഷപ്രിയ തീരുമാനിക്കുകയും അതിനുവേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഇടയ്ക്ക് തന്നെ നാട്ടിലെത്തുകയും ഹസ്ബൻഡിനെയും മകളെയും നാട്ടിലാക്കിയതിനു ശേഷം വീണ്ടും നിമിഷപ്രിയ ഒറ്റയ്ക്കായിരുന്നു യമനിലേക്ക് പോയത്. തന്റെ ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദുൽ ഹൈദി എന്ന യമൻ പൗരനുമായി ഒരുപാട് വിശ്വാസത്തിലായിരുന്നു നിമിഷപ്രിയ ഉണ്ടായിരുന്നത്. അതിലുപരി താനും തന്റെ കുടുംബവും ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടും എന്ന രീതിയിൽ തന്നെയായിരുന്നു നിമിഷപ്രിയ നാട്ടിൽ നിന്നും യമനിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ യമനിലെത്തി മാസങ്ങൾക്ക് ശേഷം തന്നെ നിമിഷപ്രിയ ജയിലിലായി എന്ന രീതിയിലുള്ള വാർത്തകളാണ് വീട്ടുകാർക്ക് അറിയാൻ സാധിച്ചത്. അതിനുള്ള കാരണമായി നിമിഷപ്രിയ തന്നെ പറയുന്നത് തന്നെ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിക്കുകയും തന്റെ പൈസയും തന്റെ പാസ്പോർട്ടും അടക്കം എല്ലാം അവർ തന്നെ തട്ടിപ്പറിക്കുകയും അതുകൊണ്ട് തന്നെ തനിക്ക് നാട്ടിലേക്ക് പോകുവാനോ അവിടെ നിന്ന് രക്ഷപ്പെടുവാനോ സാധിക്കില്ലായിരുന്നു. അവസാനം അയാളെ മയക്കിക്കെടുത്തി നാട്ടിലേക്ക് രക്ഷപ്പെടാമെന്ന രീതിയിൽ അദ്ദേഹത്തിന് മയക്കുമരുന്ന് കുത്തിവെക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അതിനുശേഷം ഞാൻ രക്ഷപ്പെട്ടു വന്നപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ യമൻ പൗരന്റെ ഡെഡ് ബോഡി പോലീസിന് ലഭിച്ചത് ബാത്ത് ടബിൽ നിന്നും കഷ്ണങ്ങളായ ഇറച്ചികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൂരമായ കൊലപാതകം എന്ന രീതിയിൽ നിമിഷപ്രിയയെ പെട്ടെന്ന് തന്നെ തൂക്കുശിക്ഷയ്ക്ക് വിധിക്കുകയും എന്നാൽ ഇന്ത്യയുടെയും ഇന്ത്യൻ എംബസിയുടെയും കൃത്യമായ ഇടപെടലുകളും സന്നദ്ധ പ്രവർത്തകരുടെ കാര്യമായ പ്രവർത്തനവും അവരുടെ വധശിക്ഷ തന്നെ വൈകിപ്പിക്കാൻ കാരണമായി. അബ്ദുറഹ്മാനിൽ നിന്നും വ്യത്യസ്തമായി മധ്യസ്ഥ ചർച്ചകൾക്ക് പോലും ലക്ഷങ്ങളുടെ ചിലവാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ വരുന്നത്. നിമിഷപ്രിയയുടെ അമ്മ 6 മാസത്തോളമായി യമനിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്ത്യയും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ കാര്യമായ രീതിയിൽ തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നിമിഷപ്രിയയോടൊപ്പം തന്നെ വിദേശിയായ മറ്റൊരു സ്ത്രീയും നിമിഷപ്രിയയെ സഹായിച്ചു എന്ന രീതിയിൽ ജയിലിൽ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം നമ്മളിൽ നിന്നുണ്ടാവുന്ന വലിയ പിഴവുകൾ നമ്മുടെ ജീവനെ തന്നെ അപഹരിക്കും എന്നതിനും അപ്പുറം അവരുടെ വീട്ടുകാർക്കും അമ്മയ്ക്കും ഭർത്താവിനും ഉണ്ടാവുന്ന വേദന എത്രമാത്രം വലുതായിരിക്കും. എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിക്കാം. എന്തു തന്നെയായാലും നിമിഷപ്രിയയുടെ മോചനം എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാവട്ടെ. കാത്തിരിക്കുന്ന വീട്ടുകാർക്കും കുടുംബക്കാർക്കും മുമ്പിൽ അവർ ജീവനോടെ തിരിച്ചെത്തട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.